പ്രൈസ് ലോർഡ്. ഒരു വ്യക്തിക്ക് അയാളെപ്പറ്റി അറിയണമെങ്കിൽ എന്താണ് വഴി? ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി ദൈവവചനം ബൈബിള് വായിച്ചാൽ ദൈവത്തെ പറ്റിയൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റിയെന്ന് വരും. ഒരു വിശ്വാസി, ഒരു ബോൺ അഗെയിന് ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെ റെവലേഷൻ കിട്ടും. ദൈവവചനത്തിൻ്റെ റെവലേഷൻ കിട്ടിയാലുള്ളൊരു ഗുണം നമ്മൾ ആരാണെന്ന് മനസ്സിലാവും. നമ്മൾ എന്താണ്, എവിടുന്ന് വന്നു, എവിടെയാണ്, എങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ദൈവവചനത്തിലൊരു വചനമുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. യേശുക്രിസ്തു പറഞ്ഞൊരു വചനമാണ്. ഇനിയും ഒത്തിരി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഇതൊന്നും നിങ്ങളുടെ തലയിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? യു നീഡ് എ ഹെൽപ്പർ വേണം. യു നീഡ് എ ഹെൽപ്പർ. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കും ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, സഹായിച്ചു. അങ്ങനെ കിട്ടിയ ആ വെളിപാടിൽ 1-2 വചനം ഇന്ന് നമുക്ക് വായിക്കാം. എഫേസ്യർ 1:4 പറയുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പം ലോകം ഉണ്ടാകുന്നതിന് മുന്നമേ നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് വേണം? ലോകം ഉണ്ടാകുന്നതിന് മുന്നമേ നമ്മൾ കാണണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളുണ്ടാകുക? അതാണ് സ്പിരിറ്റ്. ഈ ഒരു സ്പിരിറ്റ് ലോകം ഉണ്ടായി നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിരിക്കുന്നത് മുന്നമേ നമ്മളെ കണ്ടതാണ്. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് 2025 ഇന്ന ദിവസം ഇന്ന തീയതിയിൽ ഇന്ന പോലെ നമ്മൾ ഇരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് മുന്നമേ അറിയാൻ തരും. അതിനാണ് ദൈവത്തെ പറ്റി പറയുന്നത്, ആദിയിൽ തന്നെ അന്ത്യം അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇപ്പം എങ്ങനെയാണെന്ന് പറയുക, എഫേസ്യർ തന്നെ 2:3 പറയുന്നത്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിലും നടന്നും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. അതായത് നമ്മളും ജഡമായിരുന്നു. ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ജഡമുണ്ട്, ആ ജഡം പോയിട്ടില്ല. ആ ജഡമാണ് ഇന്നുള്ളത്. ഹല്ലേലൂയ. അപ്പം കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുമിരിക്കുന്നത്. ഇന്ന് ഈ ജഡത്തിൽ ഇരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടിട്ടിരിക്കുക. അതെന്തുകൊണ്ടാണ്? അത് ക്രിസ്തുവിൻ്റെ കൃപയാണ്. ആ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഈ ജഡം മനസ്സിലാക്കി നമ്മൾ ആത്മീകരായിട്ട് പിന്നെയും മാറിയിരിക്കുകയാണ്. ഈ ആത്മാവ് ആണ് പിന്നെയും പോയി ചേരാൻ പോകുന്നത്. അത് നോക്കിയാൽ മതി. 1 തെസ്സലോനിക്കർ 4:16 പറയുന്ന, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും, അതായത് ലോകപ്രകാരം മരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഈ വരവോട് ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പിന്നെ ജീവനോട് ഇപ്പം ജീവനോട് ശേഷിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇന്നിപ്പോൾ കർത്താവ് വരുവാണ്, എന്താ സംഭവിക്കുന്നത്? ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. ഇതൊക്കെ ഈ ഒരു എടുക്കപ്പെടിയിലാണ് നമ്മുടെ എൻഡ് വരുന്നത്. ഹല്ലേലൂയ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റേണൽ, അവിടെ പിന്നെ ടൈമില്ല, അവിടെ പിന്നെ സ്റ്റാർട്ടും ഫിനിഷും ഒന്നുമില്ല. 12 മണി 12:05 ഒന്നുമില്ല, ടൈമേ ഇല്ല, ക്ലോക്കേ ഇല്ല. ഇറ്റേണൽ ലൈഫിൽ അവിടെ അങ്ങനെ, ഇറ്റേണിറ്റി എന്ന് പറയുന്നത് അതാണ്, ടൈംലെസ് സോണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മൾ തിരഞ്ഞെടുത്തതാണെന്നും ഈ ജഡം ഈ ലോകത്തിലുണ്ടെന്നും, ഈ ജഡം ഒരു ചലഞ്ചാണ്. ബിക്കോസ് നമ്മൾ ലോകത്ത് നിൽക്കുകയും ജഡം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ സ്പിരിച്വലി അത്രയും ഇങ്ങനെ പോളിഷ് ചെയ്ത് നിന്നില്ലെങ്കിൽ ജഡത്തിന് അടിമപ്പെട്ട് പിന്നെയും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുന്നമേ നമ്മൾ അങ്ങനെ ആയിരുന്നു. സാധാരണ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ ആയിരുന്നു. ഇന്നങ്ങനെയല്ല. നമുക്ക് കിട്ടിയ ഈ വെളിപാട് നിമിത്തം അപ്പനാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നും വി ആർ സേവ്ഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു രക്ഷയിൽ നിന്ന് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചിരിക്കുക. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പറയുന്നത് എന്തുവാണ്? ഇനി ഒരു പഴയ മനുഷ്യനെ അല്ല നമ്മൾ കൊരിന്ത്യർ 2:5-17 പറയുന്ന പോലെ
ക്രിസ്തുവിലുള്ളവർ എന്തുവാ? ഒരു പുതിയ മനുഷ്യരാണ്. പഴയത് കഴിഞ്ഞു പോയി. അത് എന്തുവാ കഴിഞ്ഞെന്നറിയാമോ? ഈ നോളജാണ് നമുക്ക് കിട്ടിയത്. ആ നോളജ് കിട്ടിയപ്പം പഴയ കാര്യം ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്തുവാണെന്നുള്ളത് തിരിച്ച് എവിടേക്കാണ് പോകുന്നത്? വന്നിടത്തേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ, ബ്ലെസ് യു.